നമ്മൾ വളപട്ടണത്തേക്ക് പോകേണ്ട. വളപട്ടണത്തിന് മുമ്പ്, അതായത് പുതിയ തെരുവിൽ ലെഫ്റ്റ് കയറുമ്പോൾ തന്നെ അവിടെ ഒരു മുസ്ലിം പള്ളിയുടെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിയുമ്പോൾ തന്നെ ഫസ്റ്റത്തെ റൈറ്റിലേക്ക് ചെറിയൊരു വഴിയുണ്ട്. ആ വഴിയിലോട്ടാണ് നമുക്ക് ഈ ലോഡ് പോകേണ്ടത്. വെനീറാണ് ലോഡ് കയറ്റിയേക്കുന്നത്. അപ്പോൾ അത് ഇവിടെയാണ് ഇറക്കണത്. കാരണം ഇത് മംഗലാപുരം ടീമിൻ്റെ ലോഡ് ഇവിടെ മറിച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വന്ന വഴി എന്ന് പറഞ്ഞാൽ ചെറിയ വഴിയാണ്. അപ്പോൾ അത് അവർ നോക്കിയേ കൊണ്ടുവരുള്ളൂ. മുമ്പിൽ നിന്ന് കാറ് കയറിയൊക്കെ വന്നാൽ ബ്ലോക്കാണ്. കാറും ബൈക്കും വന്നാൽ ബ്ലോക്കായിരിക്കും. അപ്പോൾ എല്ലാവരെയും സ്റ്റോപ്പ് ചെയ്തിട്ടൊക്കെ കൊണ്ടുവരണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ റൈറ്റിലേക്ക് കയറണതിൻ്റെ അവിടെ മുകളിൽ ലൈനുണ്ട്. അപ്പോൾ ആ ലൈൻ പൊക്കാൻ വേണ്ടി അവിടെ 2 അൺലോഡിങ് ചേട്ടന്മാർ നിൽക്കുന്നുണ്ട്. ഒരു ലൈനൊക്കെ പൊക്കിയിട്ട് വേണം നമുക്ക് അകത്തേക്ക് പോകാനായിട്ട്. അത് റോഡ് പണി കഴിഞ്ഞപ്പോൾ അവിടെ പൊങ്ങിയത് കൊണ്ട് വണ്ടി പാസ്സാവില്ല. അതാണ് സംഭവം. അവിടെ ഒരു നവകേരള സദസ്സിൻ്റെ ഒരു പരിപാടി അവിടെ ഉണ്ടാകും. ആ സ്കൂളിൻ്റെ അവിടെ ആ സൈഡിലൂടെ. അപ്പോൾ റോഡ് പണിത്. അപ്പോൾ റോഡ് പൊങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ വണ്ടി കൊണ്ട് പാസ്സാവില്ല. ഇവിടെ ഒരു ടെമ്പോ ട്രാവലറിൻ്റെയൊക്കെ പാച്ച് വർക്ക്ഷോപ്പാണ്. വർക്ക് ചെയ്യണ വർക്ക്ഷോപ്പാണ്. മൊത്തം കുറേ വണ്ടി ഉണ്ടായിരുന്നു അവിടെ. എല്ലാത്തിൻ്റെയും ഓരോ പണികളായിട്ട് കൊണ്ടുവന്നേക്കുന്ന വണ്ടികളാണ്. ഇതിൽ ആ നേരെ കാണുന്ന ഗോഡൗണിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാം. അവിടെയാണ് ലോഡ് ഇറക്കാൻ പിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലോട്ടായിട്ട് എടുത്തിട്ട് ലെഫ്റ്റ് പിടിക്കാം. ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ പിടിപ്പിച്ച ടെയിൽ ലാമ്പർ അത് വെറുതെ ഗട്ടറയാടി അടിച്ചടിച്ചത് പൊട്ടിപ്പോയി. പിന്നിപ്പോൾ അത് നമുക്ക് ഇവിടെ നിന്ന് ഊരിയെടുത്തിട്ട് വെറുതെ പൊട്ടിപ്പോയി. ഇങ്ങനെ പൊട്ടിപ്പോയി. എന്നുവെച്ചാൽ ഈ സാധനത്തിന് വിലയില്ല. പിന്നിപ്പോൾ ഇവിടെ നിന്ന് കണക്ഷനൊക്കെ പിടിപ്പിച്ചിട്ട് നേരെ കൊണ്ടുപോയിട്ട് വേറെ റിപ്പയറിങ് പണിയുണ്ട്. അവിടെ സ്റ്റൗവൊക്കെ ഉള്ളതുകൊണ്ട് നൈസായിട്ടൊരു പൈപ്പിൻ്റെ കഷ്ണമൊക്കെ കിട്ടി. അത് കട്ട് ചെയ്തിട്ട് സെറ്റാക്കണം. കണക്ട് ചെയ്തേക്കണ വയറൊക്കെ ഇങ്ങോട്ട് മാറിപ്പോയി. വേറെ ചെക്ക് ചെയ്യാൻ നിൽക്കണ്ടല്ലോ. പിന്നെ മാറിപ്പോകാതിരിക്കാൻ എല്ലാം ഒരേ കളറാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പെയിൻ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ അവന്മാർ കറുത്ത പെയിൻ്റ് കൊണ്ടിട്ട് ഇതുമ്മേലെ അടിച്ച് വെച്ചു. കാരണം ഇപ്പോൾ അതിന് കളർ ഏതാണെന്ന് മനസ്സിലാണല്ലോ. എന്തെങ്കിലും അവിടെ എഴുതി ഒട്ടിച്ചിട്ട് കൊടുക്കുക, അതൊന്നും നല്ലത്. അല്ലെങ്കിൽ പിന്നെ അത് മുട്ടിച്ച് നോക്കി ചെക്ക് ചെയ്തൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ നിൽക്കണം. അന്ന് കുറേ പണിയെടുത്തിട്ടാണ് ഇത് പിടിപ്പിച്ചത്. സംഭവം മാറിപ്പോകാതിരിക്കാനായിട്ട് പേന വെച്ച് എഴുതി അവിടെ നൈസായിട്ട് അവിടെ ഒട്ടിച്ച് വെച്ച്. റെഡ്, ബ്ലൂ, യെല്ലോ, ഗ്രീൻ. നമുക്കിനിയിപ്പോൾ അത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ സംശയം വരണം.
പൊട്ടിയ വശമൊക്കെ ശരിയാക്കിയിട്ട് നേരെ കൊണ്ട് സാധനം പിടിപ്പിച്ചിട്ടുണ്ട്. 10-ൻ്റെ നെട്ടിട്ടാണ് പിടിപ്പിച്ച്. പഴയത് നെട്ട് ഇവിടെ നടന്നു പോയത് കണ്ടില്ല. അപ്പോൾ സാധനം ഫിക്സ് ആയിട്ടുണ്ട്. നല്ല അടിപൊളി, നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ തൽക്കാലം ഇത് പോകില്ല. ഇനി ഇത് മൊത്തം പൊട്ടി തകർന്നാലേ ഇത് പോകുള്ളൂ. ഇതിന് ലൈൻ കൊടുക്കണം. ലൈൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ അവിടെ കൊടുത്തിട്ട് ഇൻസുലേഷൻ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ ലൈറ്റ് ഓക്കെ ആയിട്ടുണ്ട്.